ഇസ്രായേൽ സംഘർഷമാകട്ടെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തോടു കൂടി തന്നെ ഇനി ഭരണം ആരുടെ കയ്യിലാകുമെന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഇതിനിടയിലാകട്ടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി തന്നെ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അബുദാബിയിൽ ഒരു ഏഷ്യൻ വംശജൻ കൊല്ലപ്പെട്ടതായി തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവരികയാണ്. ഇതോടുകൂടി തന്നെ തിരിച്ചടിക്കാൻ തങ്ങൾക്കും അവകാശമുണ്ട് എന്നതാണ് ഇപ്പോൾ UAE ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇറാനിയൻ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ തങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് എന്നും UAE വ്യക്തമാക്കി. രാജ്യത്തെ ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരവധി മിസൈലുകൾ പ്രയോഗിച്ചുവെന്നും ഇവിടെ UAE പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ UAE ശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തു. സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഇത്തരം ആക്രമണങ്ങൾ അത് ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയാണ് എന്നും തിരിച്ചടിക്കാൻ രാജ്യത്തിന് പൂർണ്ണമായ അവകാശമുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയായി തന്നെ UAE വ്യോമപാത താൽക്കാലികമായി തന്നെ അടച്ചതായി UAE ജനറൽ സിവിൽ ഏഷ്യൻ അതോറിറ്റിയാണ് അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ കൊല്ലപ്പെട്ടതാകട്ടെ ഏഷ്യൻ വംശജനാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അബുദാബിയിലെ ഒരു ജനവാസ മേഖലയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്നുകൊണ്ട് കെട്ടിടങ്ങൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഏഷ്യൻ വംശജനായ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ട്. രാജ്യത്തിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ UAE പ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞെങ്കിലും അബുദാബിയിലെ ജനവാസ മേഖലയിൽ പതിച്ച മിസൈൽ ഇതിൽ അവശിഷ്ടങ്ങൾ തട്ടി അതിലുണ്ടായതാണ്, അല്ലെങ്കിൽ ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുകൊണ്ടാണ് ഈ ഏഷ്യൻ വംശജൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവകകൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണത്തെ തുടർന്ന് UAE അതീവ ജാഗ്രത നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ UAE തങ്ങളുടെ വ്യോമ അതിർത്തി ഭാഗികമായി തന്നെ അടച്ചു. ഇതേ തുടർന്ന് ദുബായ്, അബുദാബി രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് എന്നും യാത്രക്കാർ വിമാന കമ്പനികളുമായി തന്നെ ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങൾ പുറത്ത് വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും റംദാൻ മാസമായതിനാൽ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ഭയപ്പെടേണ്ടതില്ല എന്നതും എന്നാൽ ജാഗ്രത പാലിക്കണം എന്നതാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.